അമേരിക്കൻ വാഹന നിർമ്മാതാക്കളായ ജീപ്പ് ഇന്ത്യൻ വിപണിക്കായി നിർമ്മിച്ച ഏറ്റവും പുതിയ വാഹനമാണ് ജീപ്പ് കോമ്പാസ്. നമുക്ക് ഈ വാഹനത്തിൻ്റെ വിശേഷങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. മുന്നിൽ നമ്മൾ ശ്രദ്ധിക്കപ്പെടുന്നത് സിൽവർ ഫിനിഷോട് കൂടിയ 7 സ്ലോട്ട് ഗ്രില്ലുകൾ തന്നെയാണ്. ഇത് നമ്മുടെ ഗ്രാൻഡ് ചിരയൊക്കെ ഓർമ്മപ്പെടുത്തുന്ന രീതിയിലാണ് ഈ ഗ്രില്ലുകളുടെ ഡിസൈൻ കൊടുത്തിരിക്കുന്നത്. ഈ ഗ്രില്ലുകൾക്ക് താഴെയായിട്ട് തന്നെ ഒരു സ്ലീക്ക് ആയിട്ടുള്ള എയർ ഡാം കൊടുത്തിട്ടുണ്ട്. അതിനും തൊട്ട് താഴെയായിട്ട് തന്നെയാണ് കറുത്ത ലോവർ ലിപ്പ് പോലുള്ള ഒരു പാർട്ടും അതിൽ തന്നെ ഒരു സിൽവർ ഫിനിഷോട് കൂടി ഒരു സ്കഫ് പ്ലേറ്റ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ ഹെഡ്ലൈറ്റുകളെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇത് പ്രൊജക്റ്റഡ് LED HID ഹെഡ് ലാമ്പുകളാണ്. നമ്മുടെ കാലാവസ്ഥയ്ക്ക് അനുസൃതമായി പ്രവർത്തിക്കുന്ന രീതിയാണുള്ളത്. പിന്നെ നമ്മുടെ ഡേ ടൈം റണ്ണിങ് ലാമ്പും ഹെഡ്ലൈറ്റിൽ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ ഇരുവശങ്ങളിലുമായി സിൽവർ ഫിനിഷോട് കൂടിയ ഘടകത്തിനുള്ളിൽ തന്നെയാണ് ഫോഗ് ലാമ്പ് ഘടിപ്പിച്ചിരിക്കുന്നത്. ഇതിൻ്റെ ബോണറ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഉയർന്നും മസ്കുലറായിട്ടുള്ള ക്യാരക്ടർ ലൈൻസും ഉള്ള ഒരു ബോണറ്റാണ് ഈ വാഹനത്തിനുള്ളത്. ഈ വാഹനത്തിന് മനോഹാരിത കൂട്ടുന്നതിൽ ഏറ്റവും പ്രധാന പങ്ക് ഈ ക്യാരക്ടർ ലൈൻസ് വഹിച്ചിട്ടുണ്ട്. ഈ വാഹനത്തിൻ്റെ സൈഡ് പ്രൊഫൈലിനെ കുറിച്ച് പറയുകയാണെങ്കിൽ മുന്നിൽ നിന്ന് നീളുന്ന ആ കറുത്ത ക്ലാഡി പിന്നിലേക്ക് വരെയുണ്ട്. കൂടാതെ സ്ക്വയർ ഷേപ്പിലുള്ള ഒരു വീലാർച്ചാണ് ഉള്ളത്. അതിനുള്ളിൽ തന്നെയാണ് 17 ഇഞ്ച് അലോയ് വീൽ കൊടുത്തിട്ടുള്ളത്. ബോഡി ലൈൻസ് ആകട്ടെ തികച്ചും ഷാർപ്പായിട്ടാണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. പിന്നെ ഒരു മികച്ച ഗ്ലാസ് ഏരിയയുമുണ്ട് ഈ വാഹനത്തിന്. സി പില്ലറിലാകട്ടെ ഒരു ക്വാർട്ടർ ഗ്ലാസും കൂടി ഘടിപ്പിച്ചിട്ടുണ്ട്. പിന്നെ നമ്മുടെ വിൻഡോയ്ക്ക് തൊട്ട് മുകളിലായിട്ട് തന്നെ ഒരു സിൽവർ ഔട്ട്ലൈൻ കൊടുത്തിട്ടുണ്ട്. അത് മുന്നിൽ നിന്ന് പിന്നിലേക്ക് വരെ നീളുകയും ചെയ്യുന്നുണ്ട്. പിന്നെ ഡുവൽ ടോൺ കളർ റൂഫാണ് ഈ വാഹനത്തിനുള്ളത്. അതിന് തൊട്ട് മുകളിലായിട്ട് തന്നെ സ്പോർട്ടി ആയിട്ടുള്ള ഒരു സ്പോയിലറും കൊടുത്തിട്ടുണ്ട്. മിററിൽ തന്നെയാണ് നമ്മുടെ ടേൺ ഇൻഡിക്കേറ്റർ പ്ലേസ് ചെയ്തിരിക്കുന്നത്. ബാക്ക് പ്രൊഫൈൽ എടുത്തു പറയേണ്ട പ്രധാന കാര്യം ഇൻബിൽട്ട് ആയിട്ടുള്ള സെൻസറും ക്യാമറയും ഘടിപ്പിച്ചിരിക്കുന്നു എന്ന് തന്നെയാണ്. കൂടാതെ തന്നെ ഒരു വൈഡായിട്ടുള്ള ഒരു ഗ്ലാസ് ഏരിയയും അതിന് തൊട്ട് താഴെയായിട്ട് ഒരു സിൽവർ ഔട്ട്ലൈൻ കൊടുത്തിട്ടുണ്ട്. അത് മുന്നിൽ നിന്ന് പിന്നിലേക്ക് തന്നെയാണ് നീളുന്നത്. അതുകൊണ്ട് തന്നെ പ്രീമിയം ലുക്കുണ്ട്. ഒരു ജീപ്പിൻ്റെ ഒരു ബാഡ്ജിങ് വരുന്നു. LED ടെയിൽ ലാമ്പുകളാണ് ഉള്ളത്. ഇതിൻ്റെ പാതി നമ്മുടെ ബോഡിയിലും കുറച്ച് ഭാഗം ബൂട്ടിലുമായിട്ട് തന്നെ ഡിസൈൻ ചെയ്തിരിക്കുന്നു. അത്യാവശ്യം നല്ല രീതിയിൽ തന്നെയാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. കൂടാതെ തന്നെ അടുത്തത് ശ്രദ്ധിക്കപ്പെടുന്ന സൈഡിൽ നിന്ന് നീളുന്ന കറുത്ത ക്ലാഡിങ് പിന്നിലേക്ക് വരുമ്പോൾ ബമ്പറായിട്ട് മാറി അതിന് ഇരുവശങ്ങളിലുമായിട്ട് തന്നെ റിഫ്ലക്ടർ കൊടുത്തിരിക്കുകയും ചെയ്യുന്നു. പിന്നെ ശ്രദ്ധിക്കപ്പെടുന്നത് ഇതിൻ്റെ ഗ്ലാസ്സിൽ തന്നെ ഒരു വൈപ്പർ കൊടുത്തിട്ടുണ്ട്. അതിന് തൊട്ട് മുകളിലായിട്ട് തന്നെ ഒരു സ്പോർട്ടി ആയിട്ടുള്ളൊരു സ്പോയിലർ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ ബൂട്ട് സ്പേസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ 408 ലിറ്ററാണ്. അത്യാവശ്യം നല്ല സ്പേസ് ഉണ്ടെന്ന് തന്നെ നമുക്ക് പറയാം. ജീപ്പ് കോമ്പാസിൻ്റെ ഉൾഭാഗം തികച്ചും ഓഫ് റോഡിന് പ്രചോദനം നൽകുന്ന രീതിയിൽ തന്നെയാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. മികച്ച പ്ലാസ്റ്റിക് ഘടകങ്ങൾ കൊണ്ടുള്ള ഡാഷ്ബോർഡാണ് ഇതിനുള്ളിൽ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. കൂടാതെ തന്നെ ഇതിൻ്റെ സീറ്റിലിരിക്കുകയാണെങ്കിൽ തന്നെ അത്യാവശ്യം നല്ല വിസിബിലിറ്റി നൽകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ വാഹനം തികച്ചും ഒരു ഓഫ് റോഡറാണെന്ന് പറയാവുന്നതാണ്. ഈ വാഹനത്തിൻ്റെ ഡാഷ്ബോർഡ് ഒരു ഡുവൽ ടോൺ കളറാണ് ഉള്ളത്. മിതമായ ഡിസൈനാണെന്ന് നമുക്ക് പറയാം. അതിൽ നമുക്ക് എടുത്തു കാണാൻ കഴിയുന്ന ഒരു സ്ക്രീൻ മാത്രമാണ്. അതിലൂടെ തന്നെ നമുക്ക് ഈ വാഹനത്തിൻ്റെ സിസ്റ്റത്തിൻ്റെ ഓപ്ഷൻസ് എല്ലാം ഉപയോഗിക്കുവാൻ കഴിയും. ജീപ്പിൻ്റെ ചില ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് ഈ വാഹനത്തിൻ്റെ പല കാര്യങ്ങളും നിയന്ത്രിക്കാൻ കഴിയുകയും ചെയ്യുന്നത് തന്നെയാണ് മറ്റൊരു പ്രധാന സവിശേഷത. ഈ വണ്ടിയുടെ പല സെറ്റിങ്സിനെയും ഇതിൽ തന്നെയാണ് കൺട്രോൾ ചെയ്യാൻ കഴിയുക. സെൻറ്റർ കൺസോളിൽ എടുത്തു പറയേണ്ടത് ക്രോമിയത്തിൻ്റെ ഘടകങ്ങൾ തന്നെയാണ്. അതുകൊണ്ട് തന്നെ കാണാൻ ഒരു പ്രത്യേക ഭംഗി തന്നെയാണ്. ആ ഒരു സ്ക്രീനിന് തൊട്ട് താഴെ തന്നെയാണ് AC-യുടെ കൺട്രോളുകളെല്ലാം ഉൾപ്പെടുത്തിയിരിക്കുന്നത്. പിന്നെ ഒരു സ്റ്റാർ സ്റ്റോപ്പ് ബട്ടൺ കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ഒരു സ്പോർട്ടി ആയിട്ടുള്ള ഒരു ലെതർ സ്റ്റിയറിംഗ് വീലാണ് ഈ വാഹനത്തിനുള്ളത്. ഇതിൻ്റെ മീറ്റർ കൺസോളിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അത്യാവശ്യം വേണ്ട ഘടകങ്ങളെല്ലാം നമുക്ക് നോക്കി മനസ്സിലാക്കി ഈ വാഹനത്തെ നിയന്ത്രിക്കാൻ കഴിയുന്ന രീതിയിൽ തന്നെയാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. മുൻവശത്തെ സീറ്റുകൾ നല്ല കംഫർട്ടുള്ളതും നല്ല ക്വാളിറ്റിയുള്ള ലെതർ കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. നല്ല ലെഗ് സ്പേസ് ഹെഡ് റൂമുണ്ട് ഈ വാഹനത്തിന്. അതുകൊണ്ട് തന്നെ ഈ വാഹനത്തിൻ്റെ ഉള്ളിലേക്ക് എത്ര ഉയരമുള്ള ആൾക്കാർക്ക് പോലും അനായാസം കടന്നിരിക്കുവാൻ കഴിയുന്നതെന്ന് തന്നെയാണ് ഇതിൻ്റെ മറ്റൊരു പ്രത്യേകത. പിന്നിലെ സീറ്റിലും അത്യാവശ്യം നല്ല ലെഗ് സ്പേസ് ഉണ്ട്. കൂടാതെ തന്നെ കംഫർട്ടായിട്ട് ഇരിക്കാൻ കഴിയുന്ന ഒരു സീറ്റുകൾ, ഒരു ആംറസ്റ്റ് നൽകിയിട്ടുണ്ട്. അതിൽ തന്നെ ഒരു കപ്പ് ഹോൾഡേഴ്സ് കൊടുത്തിട്ടുണ്ട്. മറ്റൊരു പ്രധാന ഹൈലൈറ്റ്സ് എന്ന് പറയുന്നത് ഇതിൻ്റെ പിന്നിലേക്കും AC വെൻറ്റുകൾ നൽകിയിരിക്കുന്നു എന്ന് തന്നെയാണ്. ആ AC വെൻറ്റിന് തൊട്ട് താഴെയായിട്ട് തന്നെ ഒരു ചാർജിങ് സ്ലോട്ട് ഘടിപ്പിച്ചിരിക്കുന്നു. പിന്നൊരു പ്രധാന കാര്യമെന്ന് പറയുന്നത് ഇതിൻ്റെ സെൻറ്റർ ടണൽ വളരെ ചെറുതായത് കൊണ്ട് തന്നെ നടുക്കിരിക്കുന്ന ആൾക്കാർക്ക് പോലും നല്ലപോലെ കാല് വെച്ച് യാത്ര ചെയ്യാൻ കഴിയുന്നു. കൂടാതെ തന്നെ നല്ല ഹെഡ് റൂമും ഉണ്ട്. പിന്നിലൊരു പ്ലസൻറ്റ് ഫീലിംഗ് ആണ് ഉള്ളത്. അതിന് കാരണം ഒരു വലിയ ഗ്ലാസ് ഏരിയ തന്നെ പിന്നിലുണ്ട് എന്ന് തന്നെയാണ്. അങ്ങനെ 2 വീൽ ഡ്രൈവാണ്. ഇതിനൊരു 4 വീൽ ഡ്രൈവുള്ള ഓപ്ഷൻ കൂടിയുണ്ട്. ഇപ്പോൾ നമ്മൾ ഓടിച്ചുകൊണ്ടിരിക്കുന്ന വാഹനത്തിൻ്റെ എഞ്ചിൻ 2.0 ലിറ്റർ മൾട്ടി ജെറ്റ് 4 സിലിണ്ടർ ഡീസൽ വേരിയൻ്റ് ആണ്. മാക്സിമം പവർ ആകട്ടെ 171 bhp ആണ്. അത് 3750 RPM വരെ ലഭിക്കുന്നുണ്ട്.
കൂടാതെ തന്നെ ഇതിൻ്റെ ടോർക്കാകട്ടെ 350 ന്യൂട്ടൺ മീറ്ററും, അത് ഏകദേശം 1750-നും 2500 RPM-നും ലഭിക്കുന്നു. 6 സ്പീഡ് മാനുവൽ ട്രാൻസ്മിഷനാണ് ഉള്ളത്. ഇതിൻ്റെ മൈലേജ് ഏകദേശം 17.1 ആണ് കമ്പനി വാഗ്ദാനം ചെയ്യുന്നത്. പെട്രോൾ വേരിയൻ്റ് എഞ്ചിന് ലഭ്യമാണ്. ഇത് 4 സിലിണ്ടറോട് കൂടിയ 1.4 ലിറ്റർ എഞ്ചിനാണ്. ഒട്ടും ലാഗില്ലാത്തതും ഓഫ് റോഡ് എബിലിറ്റി ഉള്ള ഒരു വാഹനമാണ്. അതുകൊണ്ട് തന്നെ ഈ വാഹനം ഓടിക്കുമ്പോൾ എത്ര തന്നെ സ്പീഡിലായാലും ആത്മവിശ്വാസം നൽകുന്ന രീതിയിലുള്ള ഒരു ഹാൻഡിലിംഗ് ആണ് ഉള്ളത്. വളരെ സ്മൂത്തായ ഒരു ഡ്രൈവിംഗ് ആണെന്ന് തന്നെ നമുക്ക് പറയാം. കൂടാതെ തന്നെ ഇതിൻ്റെ സ്റ്റെബിലിറ്റി എടുത്തു പറയേണ്ട കാര്യം തന്നെയാണ്. എത്ര മോശമായ റോഡിൽ ഓടിക്കുവാൻ കഴിയുന്ന രീതിയിലാണ് ഇതിൻ്റെ സസ്പെൻഷൻ ഉള്ളത്. പിന്നെ നല്ല വിസിബിലിറ്റി ഈ വാഹനത്തിനുള്ളത് കൊണ്ട് തന്നെ സിറ്റിയിലും ഹൈവേകളിലും വളരെ ഈസിയായി തന്നെ ഓടിച്ചു കൊണ്ടുപോകാൻ കഴിയുന്നുണ്ട്. സ്പീഡ് നമ്മൾ എടുക്കുന്നതിനനുസരിച്ച് വാഹനത്തിൻ്റെ കൺട്രോൾ ഏറ്റെടുക്കുന്ന രീതിയിലാണ് ഇതിൻ്റെ ടെക്നോളജി. കൂടാതെ തന്നെ ABS, EBD അങ്ങനെ തുടങ്ങിയ സുരക്ഷാ ഘടകങ്ങളെല്ലാം ഉൾപ്പെടുത്തിയിരിക്കുന്നു. മറ്റൊരു പ്രധാന സവിശേഷതയെ നമ്മൾ എടുത്തു പറയേണ്ടത് ഇലക്ട്രിക്കൽ അഡ്ജസ്റ്റ് ചെയ്യാവുന്ന ഇതിൻ്റെ സൺറൂഫ് തന്നെയാണ്. യാത്രകൾ ഇഷ്ടപ്പെടുന്ന ആൾക്കാരായിക്കോട്ടെ, പിന്നെ നമ്മൾ ഓഫ് റോഡിന് പോകുമ്പോഴായിക്കോട്ടെ, ഇങ്ങനെയുള്ള ഓപ്ഷൻസ് ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് യാത്രകൾ സുഖകരമായി ആസ്വദിച്ച് പോകാൻ കഴിയുന്ന ഒരു ഓപ്ഷൻ തന്നെയാണെന്ന് പറയാം. ഓഫ് റോഡ് വാഹനമായ ജീപ്പ് കോമ്പാസിൻ്റെ എക്സ് ഷോറൂം പ്രൈസ് സ്റ്റാർട്ട് ചെയ്യുന്നത് പെട്രോളിനും ഡീസലിനും 15.4 ലക്ഷം മുതൽ 24 ലക്ഷത്തിനും ഇടയ്ക്കാണ്.